ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. വെറും രണ്ടോ മൂന്നോ വിഷയമേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് നിങ്ങളുടെ കറണ്ട് എനർജി, മറ്റൊന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇപ്പം നിലനിന്ന് വന്ന അവസ്ഥ എന്താണ്, നിങ്ങൾ എന്താണ് അറിയേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളത് നോക്കാം. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇത് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ പറഞ്ഞു തരാമെന്ന്. അത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് ഓർ ആഫ്റ്റർ വേക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് നിങ്ങളുടെ ബ്രീത്ത് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റഡാണ് എന്ന് ചിന്തിക്കാം. അതായത് ഒരു സോപ്പ് കുമിള മനസ്സിൽ കരുതുക. അങ്ങനെ ഒരു കുമിളയ്ക്കകത്ത്, വലിയൊരു കുമിളയ്ക്കകത്ത് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. കുറച്ച് സമയം ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ 2-3 മിനിറ്റ് അതിനകത്ത് ഇരുന്നിട്ട്, ഇപ്പം ഞാൻ സ്വയം പ്രൊട്ടക്റ്റഡാണ്, ഞാൻ എനിക്കൊന്നും ആരെന്ത് ചെയ്താലും എനിക്ക് ഏൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരുടെ പരാക്രദോഷമോ അല്ലെങ്കിൽ എന്ത് തന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലോ നിങ്ങൾക്ക് ഏശത്തില്ല. അതൊരു മെത്തേഡ്. അപ്പോൾ അങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുക. കൂടിപ്പോയാൽ 5 മിനിറ്റ് മതി. സാധാരണ ചെയ്ത മെഡിറ്റേഷൻ്റെ കൂടെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ കറണ്ട് എനർജി നോക്കട്ടെ. നിങ്ങളുടെ കറണ്ട് എനർജി ലവേഴ്സാണ്. ലവേഴ്സ് എന്ന് പറഞ്ഞാൽ മേജർ അർക്കാന കാർഡാണ്. നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ വളരെയധികം നല്ലൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമൊന്നുമില്ല. അത് നല്ലൊരു സന്തോഷത്തിലാണ്. എങ്കിലും ചെറിയ ടെംപ്റ്റേഷൻ ഉണ്ട് താനും. അപ്പോൾ നല്ലൊരു സ്നേഹത്തിൻ്റെ നിങ്ങളിലേക്ക് സ്നേഹം വരുന്നുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ പ്രൊട്ടക്ടർമാരുടെ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്. അതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും സന്തോഷമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫിനാൻഷ്യലി അദ്ദേഹം വളരെയധികം, ആ വ്യക്തി വളരെയധികം ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹവും ആ വ്യക്തി വളരെ സന്തോഷത്തിലായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിലൊരു ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ ഇടയിൽ ജഡ്ജ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞതും അത് തന്നെ കിട്ടിയത് തന്നെ ജഡ്ജ്മെൻറ്റാണ്. അപ്പോൾ വിജയകാഹളമാണ്. എന്താണ് നിങ്ങളുടെ ഇടയിലേക്ക് നല്ലൊരു റീയൂണിയൻ വരുന്നുണ്ട്. താമസിയാനും നല്ലൊരു സിറ്റുവേഷനാണ് കാണുന്നത്. കണ്ടറിയാം. ഇത് മേജർ അർക്കാന കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മേജർ അർക്കാന കാർഡാണ്. നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത് മേജർ അർക്കാന കാർഡാണ്. അപ്പോൾ താമസിയാനും നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ വരുന്നതാണ്. അതാണ് നല്ലൊരു കാർഡ്. പിന്നെ നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് നിങ്ങൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതൊക്കെ ചെയ്യേണ്ട വെച്ചാൽ എന്താ മെയിനായി നിങ്ങൾ ഫിനാൻഷ്യൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എപ്പോഴും പൈസ നിങ്ങൾ സൂക്ഷിക്കുക. അതാണ് കാണുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം തേടുക. എന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണെങ്കിൽ മറ്റുള്ള ഉപദേശം തേടുക. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങിത്തിരിക്കുക. പൈസ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ റീഡിങ് നല്ല പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ മനസ്സിലാവും? നിങ്ങൾ നല്ലൊരു മൂഡിലാണ്. നിങ്ങളിലേക്ക് സ്നേഹം വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നല്ലൊരു ഫിനാൻഷ്യൽ ഗ്രോത്തിലാണ്. നിങ്ങളിലേക്ക് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഫിനാൻഷ്യലി ഗ്രോത്ത് ആവുന്നുണ്ട്. ഫിനാൻഷ്യൽ സൂക്ഷിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.